എല്ലാവർക്കും നമസ്കാരം. ജീവിതത്തിൽ പരിപൂർണതയൊന്നും ആർക്കും അവകാശപ്പെടാൻ പറ്റില്ല. പിശകുകൾ മനുഷ്യ സഹജമാണ്. അവയെ തിരുത്താൻ കഴിയുന്നതും അവയിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുന്നതും ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കാൻ നമ്മളെ സഹായിക്കും. ബ്രൂസ് ലീയുടെ വാക്കുകൾ, മിസ്റ്റേക്സ് ആർ ഓൾവേസ് ഫോർഗിവബിൾ ഇഫ് വൺ ഹാസ് ദ കറേജ് ടു അഡ്മിറ്റ് ദം. പിശകുകൾ ക്ഷമിക്കപ്പെടേണ്ടതാണ്. എന്നാൽ അവ വരുത്തുന്നവർ അതാദ്യം ഉൾക്കൊള്ളാൻ തയ്യാറാകണം. പാപിനിയെയും ചുങ്കക്കാരനെയും ഒക്കെ കർത്താവ് ചേർത്ത് പിടിക്കുന്നത് അവർക്ക് അവരുടെ പിശകുകളെ പറ്റിയുള്ള ബോധ്യത്തിൻ്റെ നടുവിലാണ്. അതുമാത്രമല്ല, അവർ അത് തിരുത്താൻ തയ്യാറാകുന്നു. അതുകൊണ്ട് തന്നെയാണ് രത്നത്തെക്കാൾ ശോഭിക്കുന്ന ഒരു ജീവിതം അവർക്ക് രൂപപ്പെടുത്താനും കഴിയുന്നു. മിസ്റ്റേക്സിനെ പറ്റിയുള്ള ഒരു ചിന്ത ഇങ്ങനെയാണ്: മിസ്റ്റേക്സ് ഹാവ് ദ പവർ ടു ടേൺ യു ഇൻ ടു സംതിങ് ബെറ്റർ ദാൻ യു വേർ ബിഫോർ. പിശകുകൾക്ക് ഒരു ശക്തിയുണ്ട്. അത് ഇന്നലകളേക്കാൾ നമ്മളെ കുറച്ചുകൂടി മെച്ചപ്പെടുത്താനുള്ള പാഠമാണ് നൽകുന്നത്. ടിം ഫാർഗോ എഴുതുന്നു, മിസ്റ്റേക്സ് ആർ ദ സ്റ്റേയേഴ്സ് വി ക്ലൈംബ് ടു റീച്ച് സക്സസ്. നമ്മുടെ ജീവിത വഴിയിൽ ഈ ചവിട്ടുപടികളാണ് ശരിക്കും പറഞ്ഞ മിസ്റ്റേക്സ്. അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുമ്പോൾ വിജയത്തിലേക്ക് നമുക്ക് കയറാൻ സാധിക്കും. പിശകുകൾ സമ്മതിക്കാതെ അതിനുവേണ്ടി വാദിച്ച് അതിൽ ഉറച്ചു നിൽക്കുന്ന കുറെ പേരെങ്കിലും നമ്മുടെ ചുറ്റുവട്ടങ്ങളിലും നമ്മളിലും തന്നെയുണ്ട്. അതിൻ്റെ അടിസ്ഥാനപരമായ കുഴപ്പം നമ്മുടെ ജീവിതം ഒരിക്കലും മെച്ചപ്പെടില്ല എന്നുള്ളതാണ്. ജീവിതത്തിൽ താണ്ടിയ വഴികളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. എവിടെയൊക്കെയാ നമുക്ക് പിശകുകൾ പറ്റിയത്? എനിക്ക് പിശക് പറ്റിയെന്ന് അംഗീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അത്തരം പിശകുകൾ നമുക്ക് സമ്മാനിച്ച പാഠങ്ങൾ എന്താണ്? അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അവയിൽ നിന്ന് ഒരു പുതിയ മനുഷ്യനെ രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? പിശകുകൾ നമ്മളോട് പറയുന്നു, ജീവിത വഴിയിൽ അത് സഹജമാണല്ലോ, പക്ഷേ ഒരു പുതിയ മനുഷ്യനെ രൂപപ്പെടുത്താൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? 37 സങ്കീർത്തനം 27 വാക്യം, അവൻ വീണാലും നിലം പരിചാകയില്ല, യഹോവ അവനെ കൈപിടിച്ച് താങ്ങുന്നു. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിലേക്ക് ഉയർത്താം. കരുണാമയനായ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഈ ലോക ജീവിത യാത്രയിൽ ഒത്തിരി മിസ്റ്റേക്സ് ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. അവയെ തിരിച്ചറിയുവാനുള്ള ഉൾക്കാഴ്ച ഞങ്ങൾക്ക് കിട്ടണമേ. പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് സാധിക്കണമേ. ഓരോ നാളും ഞങ്ങളെ തന്നെ മെച്ചപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കഴിയണമേ. എപ്പോഴും കർത്താവിൽ ഒരു പുതിയ മനുഷ്യനെ രൂപപ്പെടുത്തി മുൻപോട്ട് പോകാൻ അവിടുത്തെ കൃപ ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, ദൈവിക പരിജ്ഞാനം കൊണ്ട് ഞങ്ങളെ വഴി നടത്തണമേ. കുറവുകളെ പോക്കണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.